അതോടൊപ്പം നമ്മുടെ അലൻ ജോസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അലൻ ജോസ് ഇപ്പോഴൊരു താരമാണ്, ബിഗ് ബോസിലേക്കൊക്കെ മത്സരിക്കാൻ പോകുന്ന വ്യക്തിയാണ്, എല്ലാ പടത്തിലും റിവ്യൂ പറയുന്ന വ്യക്തിയാണ്. നമ്മുടെ പടത്തിന്റെ റിവ്യൂ പറഞ്ഞാണ് അലൻ ജോസിന്റെ ജീവിതം ആരംഭിക്കുന്നത് തോന്നുന്നത്. പാട്ടായക എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് ചടങ്ങിനെയാണ് നടക്കാൻ പോകുന്നത്. ഇവിടെ വന്ന എല്ലാ മാധ്യമ പ്രവർത്തകരെയും സ്വാഗതം ചെയ്യുകയാണ്. സിനിമ എല്ലാവരും കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കണ്ടിറങ്ങിയ ഹാങ് ഓവറിലാണ് എല്ലാവരും. അപ്പോൾ ഇടപ്പള്ളി വലിയ റിവ്യൂ കൊടുത്ത എല്ലാവരും ഉണ്ട്, അവരോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതിനുശേഷം നമ്മുടെ പാട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ പോകുന്നു അല്ലേ? പടത്തിന്റെ ഭംഗിയാർന്ന പാട്ടല്ലേ? അപ്പോൾ ആ പാട്ടൊന്ന് നമുക്ക് ലോഞ്ച് ചെയ്യണ്ടേ? പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചടങ്ങാണ്, ചെറിയൊരു ചടങ്ങാണ്. അതായത് നമ്മുടെ ചിത്രം ജൂലൈ 11 കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ആകാൻ പോകുന്നത്. പാട്ടായക ഇത് രചനയും സംവിധാനം നിർവഹിക്കുന്നത് AGS എന്ന സംവിധായകനാണ്. നിർമ്മാതാവ് YGP ജോൺ. മൂൺലൈറ്റ് ക്രിയേഷൻസ് ഇൻ അസോസിയേഷൻ വിത്ത് അമേസിംഗ് സിനിമാസ് ആണ് ഇത് അവതരിപ്പിക്കുന്നത്. പിന്നെ ഇതിനകത്ത് മെയിൻ താരങ്ങള് കണ്ടു. മനുവിനെ എവർക്കും കണ്ടപ്പോൾ മനസ്സിലാക്കാം, ഏഷ്യാനെറ്റിലൂടെയും കോമഡി സ്റ്റാർസിലൂടെയും ഒക്കെ ഫ്ലവേഴ്സിലും ചെയ്തുകൊണ്ടിരിക്കുന്ന നടനാണ്. അദ്ദേഹത്തിന്റെ ഒരു ഗംഭീര പ്രകടനം തന്നെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മെയ്യപ്പൻ എന്ന കഥാപാത്രം ചെയ്ത വ്യക്തി തമിഴ് സ്ലാങ്ങിൽ സംസാരിക്കുന്ന, ഇവിടെ അടുത്തോണ്ട് എത്തിയിട്ടുണ്ടാ? ഇവിടെ നമ്മുടെ മെയ്യപ്പൻ വടിവേൽ. അതോടൊപ്പം തന്നെ നമ്മുടെ അനശ്വര എന്ന ചെറിയ കുട്ടിയായിട്ട് അഭിനയിച്ചു. അവർ അനുഗ്രഹ 4-5 ചിത്രങ്ങൾക്ക് ശേഷമാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. മിക്ക ചിത്രങ്ങളിലും അനുഗ്രഹയുടെ സാന്നിധ്യമുണ്ട്. പിന്നെ നമ്മുടെ നായിക ക്രിസ്റ്റിക്ക് ഷൂട്ടുള്ളവരോട് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല, എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണെന്ന് അറിയില്ല. കുറെ ഷെഡ്യൂള് ഏഷ്യാനെറ്റിന്റെ പ്രോഗ്രാം ചെയ്യുന്ന ആങ്കർ ഗസ്റ്റ് ആണ് അവിടെ, ഏഷ്യാനെറ്റ് സ്ഥിരം പ്രോഗ്രാം ചെയ്യുന്ന ക്രിസ്റ്റി. അങ്ങനെയുള്ള കുറച്ച് താരങ്ങൾ വെച്ചിട്ടുള്ള ചിത്രമാണത്. ഏതായാലും നമ്മുടെ ഓഡിയോ ലോഞ്ച് സെറമണിക്ക് മുന്നേ നമ്മുടെ നിർമ്മാതാവ് YGP ജോൺ വേദിയിലേക്ക് വരണം. നമ്മുടെ പേര് പൈസ വടിവേലു എത്താം. വടിവേലു ഇനി ആരെങ്കിലും വരാനുണ്ടോ? നമ്മുടെ വടിവേലു വേദിക്കണം. പിന്നെ നമ്മുടെ ചിത്രത്തിന്റെ എല്ലാമായ സംവിധായകൻ AGS രചനയും സംവിധാനം നിർവഹിച്ചിരിക്കുന്നു. അദ്ദേഹം സംസാരിക്കത്തില്ല എന്ന് പറഞ്ഞു, പക്ഷെ പടം കണ്ട എല്ലാവരും അഭിപ്രായം അദ്ദേഹത്തോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എങ്കിലും ഈ മഹനീയമായ സാന്നിധ്യത്തിൽ സംവിധായകൻ കൂടെ വേണം എന്ന് ഞങ്ങൾ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായും ഇത് നമ്മുടെ സെറമണി കിടക്കുകയാണ്. ഞങ്ങള് പതിവിൽ വ്യത്യസ്തമായിട്ട് ഓഡിയോ ലോഞ്ചിങ് സെറമണിയിൽ ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന മീഡിയ ആണല്ല. ഞാനൊരു മാധ്യമപ്രവർത്തനാണ്. വർഷങ്ങളായിട്ട് പല ചാനലിലൂടെ ദൂരദർശനം കൈവരി ഏഷ്യാനെറ്റ് പ്രോഗ്രാം പ്രൊഡ്യൂസറായിരുന്നു. 15 വർഷമായി PR വർക്ക് ചെയ്യുന്നു. ഞാനും മീഡിയയുടെ വ്യക്താവാണ്. കേരള വിഷൻ ചാനലിന്റെ സീനിയർ പ്രോഗ്രാം പ്രൊഡ്യൂസറായിരുന്നു. അപ്പൊ എനിക്ക് ആ മാധ്യമങ്ങളുടെ പ്രാധാന്യം തെളിയിച്ചു പറയും. ഏത് വലിയ പടമായാലും, ബിഗ് ബജറ്റ് ആയാലും, ചെറിയ മൂവി ആയാലും, മീഡിയാസ് ഉണ്ടെങ്കിലേ ജനങ്ങളുടെ മുമ്പിൽ എത്തത്തുള്ളൂ. അത് ഏത് പടമായാലും. അപ്പൊ മീഡിയാസിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. നമ്മുടെ പ്രൊജക്ട് ഡിസൈനറായ DOSP സാറ് വിളിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ മൂവി മാർക്കിന്റെ അഫ്സൽ പിന്നെ പ്രൊഡക്ഷൻ സൈഡ് വർക്ക് ചെയ്ത നിസാറിക്ക് വന്നിട്ടുണ്ടോ? പ്രൊഡക്ഷൻ കൺട്രോളർ സജി. ഓക്കെ, ഏകദേശം എല്ലാവരും ആയിട്ടെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞത് മീഡിയാസിന്റെ സാന്നിധ്യം നമ്മള് വേണം എന്ന് തീരുമാനിച്ചു. അവരാണ് ഇത് മുന്നിലേക്ക് എത്തിക്കുന്ന പ്രേക്ഷകർക്ക്. അത് യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, സാറ്റലൈറ്റ് ചാനലൊക്കെ ഉണ്ട്. അവിടെ ഞങ്ങൾ ഉദ്ദേശിച്ചു ഈ ഓഡിയോ ഈ ഭംഗിയാർന്ന പാട്ട് കൈമാറുന്ന മീഡിയയിൽ നിന്ന് ഒരു 2 പ്രതിനിധികൾ വന്ന് CD മേടിക്കണം. അതോടൊപ്പം നമ്മുടെ അലൻ ജോസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അലൻ ജോസ് ഇപ്പോഴൊരു താരമാണ്, ബിഗ് ബോസിലേക്കൊക്കെ മത്സരിക്കാൻ പോകുന്ന വ്യക്തിയാണ്, എല്ലാ പടത്തിലും റിവ്യൂ പറയുന്ന വ്യക്തിയാണ്. നമ്മുടെ പടത്തിന്റെ റിവ്യൂ പറഞ്ഞാണ് അലൻ ജോസിന്റെ ജീവിതം ആരംഭിക്കുന്നത് തോന്നുന്നത്. കൂടുതൽ പ്രശസ്തിയാകുന്നത് അങ്ങനെയാണ്. അപ്പം അലൻ ജോസ് ഇവിടെ വന്നിട്ടുണ്ട്. അലൻ ജോസും നമ്മുടെ ഓഡിയോ CD കൈമാറ്റ ചടങ്ങിലേക്ക് വേദിയിലേക്ക് വന്നു. ഇപ്പോൾ
സോഷ്യൽ മീഡിയ താരം തന്നെയാണ് അതിനെ. അപ്പം മീഡിയക്കാരാണ് വരുന്നത്. മൂന്ന് പേര് ഒന്ന് വരാമോ? കാര്യം സംവിധായകൻ അത് എപ്പോഴും എടുത്തു പറഞ്ഞ മീഡിയക്കാരെ കൊണ്ട് നമുക്ക് ചെയ്യാൻ പ്രൊഡ്യൂസർ പറഞ്ഞു. ഞാൻ പറഞ്ഞ നല്ല സാക്ഷനാണ്, ഒരു വെറൈറ്റി ആണല്ലോ. നിങ്ങൾ തന്നെയല്ലേ ഈ ന്യൂസ് കൊടുക്കേണ്ടത്, അതുകൊണ്ടാണ് നിങ്ങളുടെ സാന്നിധ്യം. ആരോട് രണ്ടുപേര് വരാൻ പറ്റുമോ? ക്യാമറ ആരെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചിട്ട് അനുശ്രീ അലൻ ജോസ് എത്തിയോ? അപ്പൊ നമുക്ക് ചടങ്ങ് തുടങ്ങാം. ആർട്ട് ഡിപ്പാർട്ട്മെന്റ് 2 പേരുണ്ട്. പിന്നെ കോസ്റ്റ്യൂം മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ കടന്നു വരാൻ കേട്ടോ. നമ്മുടെ ടെക്നീഷ്യൻസ് ആരെങ്കിലും പുറത്ത് നിൽക്കണോ? ഒരു ഭംഗിയാർന്ന ചടങ്ങ് നൽകുമ്പോൾ നിങ്ങളെല്ലാം വേണം. കാസ്റ്റ് ആൻഡ് ക്രൂ വേണം. പാട്ടാകേണ്ടത് എല്ലാവരും എത്തിയിട്ടില്ല. അപ്പൊ എല്ലാവരുടെ സാന്നിധ്യത്തിൽ ഓഡിയോ പ്രകാശനം നടക്കുകയാണ്. നമ്മുടെ ബാലതാരം കുട്ടിത്താരം അനുഗ്രഹയാണ് CD കൈമാറ്റം നടത്തുന്നത്. അലൻ ജോസും അതോടൊപ്പം മീഡിയയുടെ ശ്രീ ഒരു ക്ലാപ്പൊക്കെ ആകാം. അങ്ങനെ നമ്മുടെ അലൻ ജോസ് നാനിന്റെ CD കൈമാറ്റം വായിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മാധ്യമപ്രവർത്തകരായ റസാഖും അനുശ്രീയുമാണ് കൂടെയുള്ളത്. മീഡിയക്കാർക്ക് തന്നെ അത് കൈമാറ്റം നടത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ ഓഡിയോജിനോടനുബന്ധിച്ച് നിർമ്മാതാവ് തന്നെ 2 വാക്ക് സംസാരിച്ചിട്ട് അടുത്തേക്ക്. എല്ലാവർക്കും നമസ്കാരം. പാട്ടായ കഥ എന്ന സിനിമയുടെ മെസ്സേജ്, അതിൽ നല്ലൊരു മെസ്സേജ് ഉള്ളത് കൊണ്ടാണ് ആ ഒരു സിനിമ നിർമ്മിക്കാമെന്ന് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കഥ, അല്ലെങ്കിൽ ത്രെഡ്, അതാണ് ഇതിന്റെ സൂപ്പർ സ്റ്റാർ. അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും വളരെ ഭംഗിയായിട്ട് അവരവർക്ക് ലഭിച്ചിട്ടുള്ള റോളുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ എക്കാലവും കുടുംബ പ്രേക്ഷകർക്ക് സ്വീകാര്യമായിട്ടുള്ള ഒരു തീമാണ് ഇതിലുള്ളത്. അതിന് മുൻപ് ഉള്ളതുപോലെ തന്നെ ഇനിയും എന്നും അതിന്റെ പ്രസക്തി ഒരിക്കലും നഷ്ടമാവില്ല. കുടുംബ പ്രേക്ഷകർക്ക് എക്കാലവും സ്വീകാര്യമായിട്ടുള്ള ഒരു ട്രെൻഡാണ് ഇതിലുള്ളത്. അപ്പോ എല്ലാവരും ഈ സിനിമ കാണണം. ഇതിലെ സംഗീതമായാലും അതുപോലെ തന്നെ സാങ്കേതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് ഈ സിനിമ കാണണം. അപ്പോൾ നിങ്ങൾ മീഡിയാസ് കണ്ട് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നിങ്ങളുടെ പരിപൂർണമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരുടെയും ഈ സിനിമ എത്തിക്കണം, തിയേറ്ററിലേക്ക് എല്ലാവരെയും കൊണ്ടുവരാൻ പറ്റണം. അങ്ങനെ ഈ സിനിമ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. പാട്ടായ സിനിമ നല്ല രീതിയിൽ വിജയിക്കട്ടെ. നടി നമ്മള് ചെമ്പമ്മന്റെ സിനിമയിൽ സിനിമ ചെമ്പമ്മനോട് പേരുണ്ട്. അപ്പൊ 5 കള്ളക്കോക്കയില് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചതാണ്. അപ്പൊ പേര് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ നല്ല ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ സിനിമയായിട്ട് മാറട്ടെയെന്നും എല്ലാം ഡയറക്ടർ
ഡയറക്ടർമാർക്കും പ്രൊഡ്യൂസർമാർക്കും ആശംസകളും നേരുന്നു. പണം സൂപ്പറായിട്ടാണ് വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഓഡിയോ വിളിച്ച് നന്ദി. ഓക്കെ. അനുഗ്രഹ എന്താണ് പറയുന്നത്? എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഈ സിനിമ കാണണം, എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. പാട്ടകഥ മൂവി നല്ലൊരു തീമാണ് ഈ ചെയ്തിരിക്കുന്നത്. ആ തീം ഇപ്പൊ നടന്നതായിരിക്കാം, നടക്കാൻ പോകുന്നതായിരിക്കാം. എന്തായാലും ഫാമിലി ആയിട്ടും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. എല്ലാവരും കാണണം, സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു. പാട്ടായ കഥ കേരളക്കരയിൽ മാത്രമല്ല അടുത്ത സംസ്ഥാനങ്ങളിലും പാട്ടാകണം. അതിന് മീഡിയസിൻ്റെ സഹായമാണ് ഞങ്ങൾക്ക് ആവശ്യം. ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉള്ളത്. അത് നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയോടുകൂടി വിജയമാക്കണം. ഇതിന് എല്ലാവിധ ആശംസകളും നൽകുന്നു. നന്ദി. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞങ്ങളുടെ പാട്ടായ കഥ സിനിമ ഈ വരുന്ന ജൂലൈ 11-ാം തീയതി തിയേറ്ററിൽ റിലീസ് ആവുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാകണം. ഞങ്ങൾ പുതുമുഖങ്ങളാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ആൾക്കാരോടും ജനത്തെ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ സിനിമയെ എല്ലാ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക. എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുക. എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവത്തോട് നന്ദി. വണക്കം, നമസ്കാരം. എൻ്റെ പേര് വടിവേൽ ചിത്തരംഗൻ. എൻ്റെ സ്വന്തം നാട് കോയമ്പത്തൂരാണ്. ഇതിൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ഒരു ത്രൂ ഔട്ട് ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാ കേരള മക്കളും കാണണം. നല്ലൊരു മൂവിയാണ്. ഫാമിലി മുഴുവനും കണ്ട് ഇരുന്ന് ചിരിക്കേണ്ട മൂവിയാണ്, ചിന്തിക്കേണ്ട മൂവിയാണ്. അപ്പൊ എൻ്റെ ഒരു ഫസ്റ്റ് മൂവിയാണ്. എല്ലാവരും അനുകരിക്കണം, ആശീർവദിക്കണം. നന്ദി, നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. പടത്തിൽ ഞാൻ ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഒന്നാമത് പറയുന്നത് ഇത് പാലക്കാട് കുടുംബമായിട്ട് ചിത്രീകരിച്ചൊരു മൂവിയാണ്. എല്ലാവർക്കും കുടുംബ പ്രേക്ഷകർക്ക് വന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ്. ഇതിൽ അഭിനയിച്ചിട്ടുള്ള നായകനായിട്ട് നമ്മുടെ മനോട്, പിന്നെ അത് മെയ്യപ്പൻ എന്നൊരു നല്ല കഥാപാത്രം ചെയ്ത വടിവേൽ സാർ, പിന്നെ മോള് അനുഗ്രഹ, അതുപോലെ തന്നെ ഡയറക്ടർ സാറും അതുപോലെ തന്നെ ബൈജു സാറൊക്കെയാണ് നമുക്കൊരു സപ്പോർട്ട് ചെയ്ത് തന്നത്. എൻ്റെ കൂട്ടുകാരുണ്ട് പ്രൊഫില്. ഞങ്ങളെല്ലാവരും അഭിനയിച്ചാണ്. പടം നല്ല പടമാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നന്ദി, നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് വിജേഷ് വാസുദേവ്. ഞാൻ ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നതിൽ ഒരാളാണ്. ഈ സബ്ജക്റ്റ് വന്നിട്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിറ്റുവേഷൻ നമുക്ക് എല്ലാവർക്കും ഒരു അവയർനെസ് തരുന്നൊരു സബ്ജക്റ്റാണ്. ഒരു നാച്ചുറലായിട്ടാണ് ഇതെല്ലാവരും അഭിനയിച്ചിരിക്കുന്നത്. അത് മാക്സിമം നമ്മളെ കൊണ്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റിയതെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. താങ്ക് യു. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും, മീഡിയാസ്, അതുപോലെ തന്നെ ഇതിൻ്റെ അണിയറയിൽ ഒരു സിനിമ എന്ന് പറയുമ്പോൾ കുറേ അധികം ആളുകളുടെ കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഒരു നല്ല സിനിമ ഉണ്ടാകുന്നത്. അതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പേരെടുത്ത് പറയാൻ നിന്നാൽ നമുക്ക് കുറേ അധികം പേരുകളുണ്ടാവും. അതുകൊണ്ടാണ് പേര് പറയാത്തത്. ഇതിന് പുറകില് ഒരു സിനിമ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവണം. തുടർന്ന് സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഫൈനാൻസ് ഒരു പ്രധാന ഘടകമാണ്. അപ്പൊ അതിലേക്കായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് തുടങ്ങാൻ സഹായിക്കുന്ന ഒട്ടനേകം വ്യക്തികളുണ്ട്. അവരെ എല്ലാവരെയും ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പാട്ടായ കഥ എന്ന ഈ സിനിമയുടെ
ഇനീഷ്യൽ സ്റ്റേജിൽ ഇതിന് ഫണ്ട് മുടക്കിയതും അതുപോലെ തന്നെ ഈ ഒരു സിനിമ ഉണ്ടാവാനിടയായതും സോമൻ ഡാനിയൽ അഥവാ അച്ചായൻ എന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന ഒരു വ്യക്തിയുടെ ഫലമായിട്ടാണ്. അപ്പോൾ ഈ അവസരത്തിൽ അദ്ദേഹത്തിനോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഓരോ വ്യക്തിയോടും ഇപ്പോ നിർമ്മാതാവ് എന്ന പേരിൽ ബൈജു പി ജോൺ എന്ന പേരിലാണ് ഈ സിനിമ ഇറങ്ങുന്നത്. എല്ലാവരോടും എൻ്റെ പ്രത്യേകം നന്ദി, നമസ്കാരം. നമ്മുടെ ഓഡിയോ ലോഞ്ചിങ് ചടങ്ങ് അവസാനിച്ചു. പിന്നെ 2 ബൈറ്റ് കൊടുക്കാൻ മനു അതുപോലെ പടുവേറ്റും പിന്നെ അനുഗ്രഹ 3 പേര് നിൽക്കുക. അവർക്ക് പറയാനുള്ള മീഡിയയുടെ ബൈറ്റ് അവർ എടുത്തതിന് ശേഷം നമുക്ക് ലഞ്ച് കഴിക്കാം. ഓക്കെ, നിർമ്മാതാവും ക്യാരക്ടറെ കുറിച്ചുള്ള പോസ്റ്റർ ഡിസൈൻ നമ്മുടെ ഓഡിയോ പ്രകാശനം ഇടവത്തിട്ട് വരട്ടെ. അതെ, പേരൊന്ന് 2 വാക്ക്. എൻ്റെ പേര് സുജിബ, ഞാൻ കണ്ണൂരാണ്. ഇതിന്റെ ഡിസൈൻ എല്ലാവർക്കും നല്ല തൃപ്തിയായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും പറയാം. സുജിബൻ സാറ് വളരെ അനുഭാവപൂർവ്വമാണ് നമ്മളുടെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ പോസ്റ്റർ ചെയ്തത്. സാമ്പത്തികമായിട്ടുള്ള ലാഭം നോക്കിയിട്ടല്ല, കലയോടുള്ള സ്നേഹം, അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇതിനോടുള്ള ഒരു ഡെഡിക്കേഷൻ, അതിന് ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ അദ്ദേഹത്തോട് നന്ദി, സ്നേഹം രേഖപ്പെടുത്തുന്നു. ഇനി ബൈറ്റ് എടുക്കാൻ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ബൈറ്റായിട്ട് പറയാൻ തന്നെ എടുത്താൽ മതി. കഥാപാത്രത്തെ കുറിച്ച് ഓരോരുത്തരല്ലേ? ഓക്കെ, മീഡിയാസ് ദേവിയിൽ നിന്ന് ഷൂട്ട് ചെയ്യണം കേട്ടോ. ഇവർ 4 പേരും, അവർ 3 പേരും കഥാപാത്രത്തെ കുറിച്ച് പറയുന്നു. നിർമ്മാതാവ് അദ്ദേഹത്തിന്റെ പോർഷനെ കുറിച്ച് സംസാരിക്കും. അത് ആ ബൈറ്റായിട്ട് സിംഗിൾ ആയിട്ട് ഷൂട്ട് ചെയ്താണ് ഓരോരുത്തർ. ഓക്കെ, 3 പേര്. ഞാൻ അനുഗ്രഹ. എന്റെ സ്വദേശം കൊല്ലം വയനാടാണ്. ഞാൻ താമസിക്കുന്നത് ട്രിവാൻഡ്രത്താണ്. ഈ പാട്ടായ കഥ എന്ന മൂവിയില് ഞാൻ മോളായിട്ടാണ് അഭിനയിക്കുന്നത്. മനോകളുടെയും ക്രിസ്റ്റി ചേച്ചിന്റെയും മോളായിട്ടാണ് അഭിനയിക്കുന്നത്. ഇന്ദുലേഖ എന്നാണ് ഈ സിനിമയിലെ എന്റെ കഥാപാത്രത്തിന്റെ പേര്. ഇപ്പൊ വീട്ടിലുണ്ടാകുന്ന ഒരു വിഷയങ്ങളും എല്ലാമൊക്കെയാണ് ഈ സിനിമയുടെ ഒരു ത്രെഡ് എന്ന് പറയുന്നത്. നല്ല ഒരു മൂവിയാണ്. ഇപ്പോഴത്തെ ഇതിന് ഒരു നല്ല തീം കൊടുക്കാൻ വേണ്ടി കഴിയും. നടക്കാൻ പോകുന്നതും നടന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു കഥയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു മൂവിയാണ്. നമസ്കാരം, ഞാൻ മനു കുമ്പാരി. ഇതില് ബാബുക്കുട്ടൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തത് ഞാനാണ്. അപ്പൊ അതിൽ എന്റെ മോളായിട്ട് അഭിനയിച്ചത് അനുഗ്രഹയാണ്. പിന്നെ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ക്യാരക്ടറായിട്ട് വടിവേല്. പിന്നെ എന്താണ് പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഒരു കുടുംബ ചിത്രമാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം, വിജയിപ്പിക്കണം. കോമഡി പരിപാടികൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറോട് ചെയ്യുന്നത്. അതൊരു മുഴുനീള കഥാപാത്രമായിട്ട് കിട്ടിയതിന് ഞാൻ ആദ്യം തന്നെ ഡയറക്ടറിനോടും അതുപോലെ തന്നെ ദൈവത്തിനോടും നന്ദി പറയുകയാണ്. അപ്പൊ നിങ്ങളാണ് ഇത് വിജയിപ്പിക്കേണ്ടത്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് പടം കാണുക, ഞങ്ങൾ വിജയിപ്പിക്കുക. താങ്ക് യു. പെർഫോമൻസ് ചെയ്യാം, സിമ്പിൾ ആയിട്ട് സാധനം ചെയ്യാം. സംസാരിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു സാധനം ചെയ്തിട്ടൊക്കെ പോവാം, സിമ്പിൾ ആയിട്ട്. അതായത് നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളതാണ് കോളിംഗ് ബെല്ല്. അതായത് കിളികര എന്ന ശബ്ദത്തിൽ ഒരു കോളിംഗ് ബെല്ലുണ്ട്, അതിന്റെ ശബ്ദം ഉപയോഗിക്കും. வணக்கம்,
നമസ്കാരം. എൻ്റെ പേര് വലിയ ചിത്തരങ്ങൻ. ഞാൻ ഈ പടത്തില് മെയ്യപ്പൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് കൂലിപ്പണിക്ക് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്, കുറെ ലക്ഷക്കണക്കായ ആൾക്കാർ കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിലൊരു കഥാപാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, മെയ്യപ്പൻ എന്ന ക്യാരക്ടർ. അപ്പോൾ എല്ലാവരും പടം കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. വിജയം ഉറപ്പാണെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ഈ പടത്തില് 100% ഈ പടത്തിലെ വിജയം ഉറപ്പാണെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. നന്ദി. ഇല്ല സാർ, ഞാൻ ഡാൻസ് ചെയ്യും. അനിയനും ഞാൻ 2 പാട്ട്, ഒരു വരി പാട്ട് നിങ്ങൾക്ക് പാടാം സാർ. ஒவ்வொரு பூக்களுமே சொல்கிறதே வாழ்வென்றால் போராடும் போர்க்களமே. ஒவ்வொரு விடியலுமே சொல்கிறதே இரவானால் பகலொன்று வந்துடுமே. நம்பிக்கை என்பது வேண்டும் நம் வாழ்வில், லட்சியம் நிச்சயம் வெல்லும் ஒரு நாளில். மனமே ஓ மனமே நீ மாறிவிடு. എൻ്റെ പേര് ബൈജു പി ജോൺ. തൃശ്ശൂർ വരന്തരപ്പള്ളിയിലാണ് എൻ്റെ വീട്. ആദ്യമായിട്ടാണ് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എൻ്റെ ഭാഗമാകുന്നത്. ഇതിലെ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനൊരു സിനിമ നിർമ്മിക്കാനുള്ള താല്പര്യം എനിക്കുണ്ടായത്. അതുപോലെ തന്നെ സമൂഹത്തിന് എക്കാലവും പ്രസക്തിയുള്ള ഒരു മെസ്സേജ്, വളരെ കാതലായിട്ടുള്ള ഒരു മെസ്സേജ് ഈ സിനിമയിലുണ്ട്. വളരെ ലളിതമായ രൂപത്തിൽ അത് അവതരിപ്പിക്കാനായിട്ട് ഇതിൽ അഭിനയിച്ച ഓരോ അഭിനേതാക്കൾക്കും സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ താരങ്ങളുടെ ഒരു പ്രൗഢി അല്ല നമ്മുടെ മലയാള പ്രേക്ഷകർ ഇതുവരെയുള്ള നമ്മുടെ മലയാള സിനിമയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ എക്കാലവും നല്ല കഥ, നല്ല അവതരണം, അതെന്നും മലയാളി പ്രേക്ഷകർക്കിടയിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു വിശ്വാസം തന്നെയാണ് ഈ സിനിമ നിർമ്മിക്കുന്നതിന് എനിക്കുള്ളൊരു ആത്മവിശ്വാസം തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഇത് ഇത്രയും ഒരു നല്ല നിലയിലേക്ക് എത്തിക്കാനായിട്ട് നമ്മളുടെ പ്രിയ സംവിധായകൻ AGS അനേഷ് ജി സുകുമാരൻ എന്ന അദ്ദേഹമാണ് ഇതിന്റെ പുറകിൽ ഏറ്റവും നന്നായിട്ട് പ്രയത്നിച്ചത്. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു മിനിറ്റ് സാർ, ജസ്റ്റ് 1 minute പ്ലീസ്, ജസ്റ്റ് 1 minute പ്ലീസ്. അനിൽ സാർ ഇപ്പോൾ നമ്മുടെ ഒപ്പം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കഴിവാണ് ഈ സിനിമ ഇന്നിപ്പോ ഏത് രൂപത്തിലാണ് നമ്മൾ ഇന്നിവിടെ കണ്ടിട്ടുള്ളത്. അത് തികച്ചും അദ്ദേഹത്തിന്റെ ഒരു കഴിവാണ്. അദ്ദേഹം സംസാരിക്കാനായിട്ട് അധികം താല്പര്യപ്പെടാത്ത വ്യക്തിയാണ്. പ്രവൃത്തിയിലൂടെ കാണിക്കാനാണ് അദ്ദേഹം അത് ആഗ്രഹിക്കുന്നത്. അത് അദ്ദേഹം വളരെ മനോഹരമായിട്ട് നമുക്ക് ഈ സിനിമയിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വളരെയധികം നന്ദി, സ്നേഹം പ്രകടിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. കേരളത്തിലെ ഒരു 70ഓളം തിയേറ്ററിലും തമിഴ്നാട്ടിലൊരു 10 തിയേറ്ററിലായിട്ടാണ് നമ്മളിപ്പോൾ ആദ്യഘട്ടത്തിൽ റിലീസ് ചെയ്യുന്നത്. ഈ പ്രഥമ സംരംഭം വിജയിപ്പിക്കണമെന്ന് എല്ലാ മീഡിയക്കാരോടും അതുപോലെ തന്നെ എല്ലാ പ്രേക്ഷകരോടും അഭ്യർത്ഥിക്കുന്നു. നന്ദി. താങ്ക് യു. ഇവിടെ ചടങ്ങുകൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി എല്ലാവരും ജൂലൈ 11 തിയേറ്ററിൽ വന്ന് കാണണം. ചിത്രം മൂവിമാർക്കാണ് ചിത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമ്മുടെ ചിത്രത്തിൽ നായികയ്ക്ക് ഡബിംഗ് ആർട്ടിസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഡബിംഗ് ആർട്ടിസ്റ്റ് വന്നിട്ടില്ല. അവര് 2 വാക്ക് സംസാരിക്കണോ? നായികയ്ക്ക്
എൻ്റെ മോളാണ് സൗണ്ട് നൽകിയിരിക്കുന്നത്. അത് വലിയൊരു പ്രാധാന്യമുള്ളൊരു കാര്യമൊന്നുമല്ല. കാരണം ഒരു പടം എടുക്കുമ്പോൾ ഡബിങ് ആർട്ടിസ്റ്റുകൾ സാധാരണ ഗതിയിൽ എല്ലാവർക്കും സൗണ്ടൊക്കെ പോകും. പക്ഷെ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ക്ഷമ, ഇച്ഛാശക്തി, കഠിനാധ്വാനം, ഇതിൻ്റെ ഒരു പര്യായമാണ് നമ്മുടെ ഈ ഡയറക്ടർ AGS. അതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ കഠിനാധ്വാനിയായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കഴിവ് മുഴുവൻ വെളിയിലെടുത്ത് ചെയ്ത ഈ പാട്ടായ കഥ തീർച്ചയായിട്ടും വിജയിക്കണം. കാരണം അത് അധ്വാനിക്കുന്നവരുടെ ഒരു ആവശ്യമാണ്, കലയായി കാണുന്നവരുടെ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഈ പടത്തിനെ സഹകരിച്ച് വലിയ വൻ വിജയമാക്കി തീർക്കണമെന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. എല്ലാ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിനും ഈ ടീമിനും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കഴിച്ചതിന് ശേഷം മാത്രമേ ഇവിടുന്ന് പോകാവുള്ളൂ. ഓക്കെ, താങ്ക് യു. പ്രോഗ്രാമിൻ്റെയൊക്കെ ലിങ്കൊക്കെ വന്നിട്ട് വന്നേക്കണേ. ഹലോ നമസ്കാരം. ആ ക്യാമ്പ് സന്തോഷം വളരെ പറഞ്ഞാൽ തീരാത്ത നന്ദി. എല്ലാവരും സിനിമ പ്രേക്ഷകരായിട്ടാണ് ഞാൻ ഈ സിനിമ ഉണ്ടാക്കിയത്. അതേപോലെ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസം ഉണ്ട്. എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും സഹകരണവും. നന്ദി. താങ്ക് യു.